നമസ്കാരം. നാളെ പൊന്നിൻ തിരുവോണം. തിരുവോണാഘോഷങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി. കേരളം ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ്. ഇന്ന് രാവിലെ മുതൽ സജീവമായ ചന്തകളിൽ രാത്രി വൈകിയും തിരക്ക് തുടരുകയാണ്. തിരുവോണ സദ്യവട്ടം ഇത്തവണ കെങ്കേമമാക്കാൻ തന്നെയാണ് മലയാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തം മുതൽ സജീവമായ വിപണികളിൽ ഇന്ന് ഏറെ തിരക്കുണ്ട്. പച്ചക്കറി, പലവ്യഞ്ജന കടകളിൽ തുടങ്ങി വസ്ത്ര വിപണിയിലും ഗൃഹോപകരണ വിൽപ്പനശാലകളിലുമൊക്കെ വൻ തിരക്കാണ്. ഓണക്കച്ചവടം പൊടിപൊടിച്ചതോടെ വ്യാപാരികളും ആവേശത്തിലാണ്. പച്ചക്കറി മാർക്കറ്റുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാഴ്ചക്കുലകളുടെ വിപണിയും ചിപ്സ് കച്ചവടവും പായസ വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. നാളെ തിരുവോണത്തിന് സദ്യ ഓർഡർ ചെയ്യാനുള്ള സൗകര്യം നഗരങ്ങളിൽ മുതൽ ചെറുപട്ടണങ്ങളിൽ വരെയുള്ള ഭക്ഷണശാലകളിലും കേറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഉണ്ട്. സദ്യവട്ടങ്ങൾക്കൊപ്പം പൂവിപണിയും ഇത്തവണ ഉഷാറാണ്. നാളെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും സ്ഥാപനങ്ങളുമൊക്കെ വലിയ പൂക്കളങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിനായി പലരും പൂക്കൾ നേരത്തെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. വിവിധ ഇടങ്ങളിൽ വിപണന മേളകളും ആദായ വിൽപ്പനകളും സജീവമായതിനാൽ മിക്കവരും കുടുംബസമേതം സാധനങ്ങൾ വാങ്ങാനും മറ്റും എത്തുന്നത് കേരളത്തിൽ മിക്കയിടത്തും ഗതാഗത തിരക്കും കൂട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരവും കോഴിക്കോടും കോട്ടയവും അടക്കമുള്ള നഗരങ്ങളിലെല്ലാം പ്രധാന നിരത്തുകളിൽ ഉൾപ്പെടെ വൻ തിരക്കാണ്. കൊച്ചി നഗരത്തിൽ ഇന്നലെ വരെ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്ന് പകൽ പതിവ് തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വൈകുന്നേരത്തോടെ ബ്രോഡ്വേയിലടക്കം വൻ തിരക്കാണ്. തിരുവനന്തപുരം ചാല മാർക്കറ്റിലും കോട്ടയം ചന്തക്കവലയിലും ആളുകളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലും കോഴിക്കോട് മിഠായി തെരുവിലും പതിവ് പോലെ ആളുകൾ നിരത്ത് കീഴടക്കി കഴിഞ്ഞു. വസ്ത്ര വിപണനശാലകളിലും വലിയ തിരക്കാണ് ഉത്രാട ദിനം അനുഭവപ്പെട്ടത്. ഓണക്കോടി സമ്മാനിക്കാനും ഓണപ്പുടവ ഉടുക്കാനുമായി കുടുംബസമേതമാണ് മലയാളികൾ വിപണികളിൽ എത്തിയിരിക്കുന്നത്. ഉത്രാടപ്പാച്ചിലിന് എത്തുന്നത് നിരത്തിൽ തിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പലരും തിരക്ക് കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഉത്രാടപ്പാച്ചിലിനൊപ്പം കുടുംബത്തോടൊപ്പം ഓണമാഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നവരുടെ തിരക്ക് കൂടി നിരത്തുകളെ ബാധിച്ചു. പലയിടത്തും പോലീസിന് നിയന്ത്രിക്കാനാവുന്നതിലധികം തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ പലരും ബസ്സുകളിലും മറ്റും സീറ്റ് ലഭിക്കാതായതോടെ സ്വന്തം വാഹനങ്ങളിലാണ് വീടുകളിലേക്ക് മടങ്ങുന്നത്. ഇതോടെ നിരത്തുകളിൽ രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ട്രെയിനുകളിലും സ്ഥിതി വിഭിന്നമല്ല. റിസർവേഷൻ ഫുൾ ആയതോടെ ജനറൽ കോച്ചുകളിലടക്കം വൻ തിരക്കാണ്. വിദ്യാലയങ്ങളിൽ ഇന്നലെ തന്നെ ഓണാഘോഷം അവസാനിച്ചത് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി. പലരും ഇന്നലെയും ഇന്ന് രാവിലെയുമായി സ്വന്തം വീടുകളിൽ എത്തി. അതേസമയം പൊതുവിതരണ കേന്ദ്രമായ സപ്ലൈകോ നിലനിൽക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന പഠിപ്പിച്ച ഓണക്കാലമാണ് ഇതെന്ന് ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ അഭിപ്രായപ്പെട്ടു. ഫലപ്രദമായ വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് സാധിച്ചു. സപ്ലൈകോയുടെ തിരിച്ചുവരവിനാണ് സാക്ഷ്യം വഹിച്ചത്. ഈ ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അതിൻ്റെ തെളിവാണ് സപ്ലൈകോ സ്റ്റോറുകളിലെയും ഓണം ഫെയറുകളിലെയും ജനത്തിരക്ക്. ഉത്രാട ദിനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ 16 കോടി രൂപയുടെ വിൽപ്പനയാണ് ജില്ലാ ഫെയറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും നടന്നത്. 24 ലക്ഷത്തിലധികം പേർ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലും ഗുണനിലവാരം ഉറപ്പാക്കി ന്യായമായ വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് സാധിച്ചു. ഈ ഓണക്കാലത്ത് 52 ലക്ഷം കുടുംബങ്ങൾക്ക് ഏറ്റവും നല്ല അരിയിനമായ ചമ്പാവരി 10 കിലോ അധികം നൽകി. 50 രൂപയിലധികം വില വരുന്ന ചമ്പാവരി 10 രൂപ നിരക്കിൽ നൽകാൻ കഴിഞ്ഞത് ഭക്ഷ്യവകുപ്പിന് അഭിമാനകരമായ നേട്ടമായി. അർഹരായ 92% റേഷൻ കാർഡ് ഉടമകളും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വാങ്ങിയെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിലെ സപ്ലൈകോ ഓണം ഫെയർ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി GR അനിൽ.